കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അവന് കിട്ടാനുള്ളത് കിട്ടിയപ്പോ തൃപ്തിയായി. അടുത്ത ഇര വരുന്നുണ്ട്. എന്താ സഹദേവ കാണണോന്ന് പറഞ്ഞത്? സഹദേവൻ ഈ നാട്ടിൽ പുതിയതാണേ, വെഞ്ഞാറമൂട ദേശം. അതാണോ സഹദേവന്റെ പ്രശ്നം? അതല്ല, നാട്ടിലെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആയിക്കോട്ടെ. ഞാൻ വീട്ടിൽ വന്ന് കാണാന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞു സത്യാമ്മ. അത് വേറൊന്നുമല്ല സഹദേവ, പോലീസുകാര് വീട്ടിൽ കയറി വരുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. എന്നൊരു അന്യനായിട്ടൊന്നും കാണണ്ട, നമ്മൾ അടുത്ത് പ്രവർത്തിക്കേണ്ടവരാ. സത്യാമ്മയ്ക്കൊരു അത്യാവശ്യം വന്നാ ഞാൻ സഹായിക്കും. അതുപോലെ എനിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ സത്യാമ്മയെ സഹായിക്കണം. അങ്ങനെയാണല്ലോ വേണ്ടത്. മനസ്സിലായില്ല. ഇതിലെന്തോന്നാ ഇപ്പൊ മനസ്സിലാക്കാനുള്ളത്? ഞാൻ നേരത്തെ ജോലി ചെയ്തിരുന്ന നാടുകളിലൊക്കെ അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാ നിങ്ങളെപ്പോലെ അനധികൃത പണമിടപാടും അല്പസ്വല്പം ഗുണ്ടായിസൊക്കെ ഉള്ള കക്ഷികളുണ്ടല്ലോ. പിന്നെ അവർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോലീസിൽ നിന്ന് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളങ്ങ് കണ്ണടച്ചു കൊടുക്കും. അങ്ങനെ നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന എനിക്കൊരു പ്രശ്നം വരുമ്പോ പകരം നിങ്ങളും സഹായിക്കും. ക്ലിയർ ആയില്ലേ? സഹദേവൻ പറഞ്ഞതിന്റെ പകുതി മാത്രം. ഓ, ഞാനിവിടെ അനധികൃത പണമിടപാടൊന്നും നടത്തുന്നില്ലല്ലോ സഹദേവ. ആറ്റുനോറ്റുണ്ടായ കുഞ്ഞുങ്ങളുടെ നൂലുകെട്ടും കല്യാണവും മുതൽ പെറ്റ തന്തയുടെയും തള്ളയുടെയും ശവം ചെയ്യാതെ കുഴിച്ചിടണമെങ്കിൽ വരെ, അതും പണം മുടക്കേണ്ട നാടാ സഹദേവ ഇത്. 10 രൂപ ചോദിച്ച് ബാങ്കുകൾക്ക് മുമ്പിൽ കൈനീട്ടിയ ചോദിക്കുന്നയാൾ ജീവിച്ചിരിക്കുന്നു നടക്കം തെളിയിക്കാൻ 10,000 തെളിവുകൾ ഹാജരാക്കണം. അങ്ങനെയുള്ള സാധുക്കൾ കെട്ടുതാലി പൊട്ടിച്ചു പണയം വെക്കാതിരിക്കാൻ വേണ്ടി ചെറിയൊരു സഹായം ഞാൻ ചെയ്യുന്നു. അതും ബാങ്ക് പലിശയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ. ഇതിലെന്താ അനധികൃത ഇടപാട്? പിന്നെ ഗുണ്ടായിസം. സത്യഭാമയുടെ ഗുണ്ടായിസം എന്താണെന്ന് സഹദേവന് ഈ നാടുമായിട്ട് പഴകി കഴിയുമ്പോ മനസ്സിലാകും. സത്യാമ്മ പറയുന്നൊക്കെ ശരിയായിരിക്കാം. അല്ല, ആണെന്ന് തന്നെ വച്ചോ. ഈ ബുദ്ധിയുള്ളൊരു പോലീസുകാരൻ വിചാരിച്ച അധികൃതം അനധികൃതവും അനധികൃതം അധികൃതവും ആക്കാം, അല്ലേ? സഹദേവൻ അങ്ങനെ ചെയ്യുന്നാണോ പറയുന്നത്? അയ്യോ, ഞാനങ്ങനെയൊന്നും ചെയ്യില്ല. പിന്നെ ഞാനിപ്പോ ചെറിയൊരു പ്രശ്നത്തിലാ സത്യാമ്മേ. എനിക്കൊരു 5 ലക്ഷം രൂപ ഉടനെ വേണം. ജീവൻ മരണ പ്രശ്നമാ. സത്യാമ്മയോട് ചോദിച്ചാൽ തരുമെന്ന് എനിക്കറിയാം. പലിശയും കടമായിട്ടൊന്നും അല്ലാതെ. സദേവാ, ദേ നീ ഇത് വച്ചോന്ന് പറഞ്ഞ് എന്റെ കയ്യിലേക്ക് സന്തോഷത്തോടെ വച്ചു തരും, അല്ലേ? ഇല്ല സഹദേവ. ഓ, പിള്ളേ, ഞാൻ ആരാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണോ? ഇയാളെ പറ്റി ഒരു മുഖവരയുടെ ആവശ്യമൊന്നും എനിക്കില്ല. ഇയാൾ ഇവിടുത്തെ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോ തന്നെ ഇയാളുടെ പൂർവ്വകാല ചരിത്രം മൊത്തം എല്ലാം എന്റെ കൈവെള്ള കിട്ടിയതാ. വായിച്ചു തുടങ്ങണോ ഞാൻ? ഏത് സ്റ്റേഷനിൽ ചെന്നാലും അവിടുത്തെ കള്ളന്മാരും കൊള്ളക്കാരുവാ ഇയാളുടെ കൂട്ട്, അല്ലേ? ഗുണ്ടാ സംഘങ്ങളുടെ കൈക്കരുത്തിൽ മുതലാളിമാരിൽ നിന്നുള്ള മാസപ്പടി. അബ്കാരികളും മയക്കുമരുന്ന് മാഫിയകളുമായി ചേർന്ന് കള്ളും കഞ്ചാവും യഥേഷ്ടം.
അതിനു പുറമെ ചൂതാട്ടവും പുറത്തു പറയാൻ കൊള്ളാത്ത മറ്റു ചില ബന്ധങ്ങളും. ഇവിടെയോ അത് തന്നെ. SI ലീവിലായതുകൊണ്ട് ഇപ്പൊ കുറച്ചുകൂടി സൗകര്യമായല്ലോ അല്ല സഹദേവ? ഈ ASI വിചാരിച്ചാലും ചിലതൊക്കെ നടക്കും സത്യാമേ. ഒന്നേ നടത്തി കാണിക്കും. കാണിക്കാം. സത്യാമ ഈ ജീപ്പിലേക്കൊന്ന് കയറിയട്ടെ. എന്തിന്? അനധികൃത പണമിടപാടിന്റെ പേരിലൊന്നും അല്ല സത്യാമേ നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കഞ്ചാവ് കൈവശം വച്ചതിന് തെളിവ് ഞാൻ കോടതിയിൽ ഹാജരായിക്കൊള്ളാം. ഞാൻ വിചാരിച്ചാലാണോ കുറച്ച് കഞ്ചാവ് സംഘടിപ്പിക്കാൻ പാട്? ഏതേമ മടിശീലയിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പുറം ലോകം കാണാൻ കുറച്ച് ബുദ്ധിമുട്ട് സത്യാമേ. നിങ്ങളോട് പറഞ്ഞ ജീപ്പിക്കാറ്. സാറേ ഒരു മിനിറ്റ് സാർ, അങ്ങോട്ടൊന്ന് നോക്കി. ആരേത്? സാറിപ്പോ പറഞ്ഞില്ലേ പണമിടപാടും ഗുണ്ടായിസോ വന്നു. അതിൽ പണമിടപാടേ സത്യാമ്മയ്ക്കുള്ളൂ. ഗുണ്ടായിസം മകന് പതിച്ചു കൊടുത്തിരിക്കുക, വിഷ്ണുമോന്. വിഷ്ണു ഇവനാണോ അത്? അപ്പോ സാറ് കേട്ടിട്ടുണ്ട്. നിനക്കെന്താ ഇവിടെ കാര്യം? എന്താന്നാ കാണിച്ചു കൊടുക്കല്ലേ അമ്മ? കിട്ടിയപ്പോ നിനക്ക് മനസ്സിലായോടാ സാറേ എനിക്കിവിടെ എന്താ കാര്യമൊന്നും? ഓട്ടങ്ങി നിക്കണം. ഒരു പോലീസ് ഓഫീസറുടെ മേലാ നീ കൈവച്ചേ. നിന്നെ അകത്താക്കി ചോര ഛർദിപ്പിക്കോളാ ഈ സാധേവൻ. പോലീസ് എന്താണെന്ന്, പോലീസിന്റെ പവർ എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ടാ. എന്നാ അതൊന്ന് കാണിച്ചിട്ടോ. ഇല്ല സഹദേവ, സത്യഭാമയുടെ മകനെ ചോര ഛർദിപ്പിക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല. നീ ഇതുപോലത്തെ നാറിയ കളി എന്തെങ്കിലും കളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നതുകൊണ്ടേ അതിനപ്പുറത്തെ കളി കളിച്ചു ഈ സത്യഭാമ. രമണം പിള്ള ഇവിടെ വെറുതെ നിൽക്കായിരുന്നു എന്നാണോ നീ കരുതിയത്? ഇങ്ങ് തന്ന പിള്ള ചേട്ടാ, ദാ കാണും. സത്യാമ്മയ്ക്കൊരു അത്യാവശ്യം വന്ന സഹായിക്കും. അതുപോലെ എനിക്കും എന്തെങ്കിലും ഒരു ആവശ്യം വന്ന സത്യാമ്മയെ സഹായിക്കണം. ഈ ബുദ്ധിയുള്ളൊരു പോലീസിനെ വിചാരിച്ച അധികൃതം അനധികൃതവും അനധികൃതം അധികൃതവും ആക്കാം അല്ലേ? അതെ, മടിശീലയിലുള്ള എമാമാരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കാൻ പറ്റുമോ നീ സത്യഭാമയൊന്ന് നോക്കട്ടെ. ഇനി നീ വെഞ്ഞാറ് മൂടി കാണില്ല സഹദേവ.
കാഞ്ഞങ്ങാടൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഓക്കെ? എന്താണ് നിനക്ക് സത്യഭാമയുടെ മോനെ? എന്നെ സാറേ, അതൊക്കെ ഞാൻ ഓർക്കാൻ തന്നെ ഇഷ്ടപ്പെടാത്ത കാര്യ. അപ്പൊ ചെയ്തു പോയതിന്റെ കുറ്റബോധം ഉണ്ട് നിനക്ക്? അയ്യേ, അത് കുറ്റബോധമല്ല. ഞാൻ തല്ലിയ പോലീസ് ഓഫീസർമാരിലെ ഏറ്റവും കുറഞ്ഞ റാങ്കിൽ സാറായിരുന്നു. ആ പിന്നെ ഒരു ASA ഒക്കെ തല്ലിന്നൊക്കെ അറിഞ്ഞ എന്റെ ഫാൻസിന് അത് സഹിക്കില്ല സാറേ. അതുകൊണ്ടാ അന്നാടാ സഹദേവൻ ASI, ഇന്ന് സഹദേവൻ CI ആടാ CI. നിന്നോടൊക്കെ നേരിട്ട് മുട്ടാനുള്ള പവറിന് വേണ്ടി തന്നെയാടാ ആരുടെയൊക്കെ പുറം തേച്ച് കൊടുത്തിട്ടും കാല് തടവി കൊടുത്തിട്ടായാലും സഹദേവൻ ഈ യൂണിഫോം നേടിയെടുത്തത്. പോലീസിന്റെ പവർ എന്താണെന്ന് കാണിച്ചു തരുന്നുണ്ട് നിനക്ക് ഞാൻ. സഹദേവ് സാറേ, സാറ് നേരത്തെ ചോദിച്ചിരുന്നില്ലേ ഞാൻ എങ്ങനെയാണ് ഒരു കാശനായത്? അതിന്റെ സീക്രട്ട് ഇതാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. എത്ര വലിയ പദവിക്കും പത്രാസിനും വേണ്ടി ആയാലും സത്യഭാമയുടെ മകൻ ആരുടെയും പുറം തേച്ചു കൊടുക്കുകയും കാല് തടവി കൊടുക്കുകയും ചെയ്യില്ല. അതിനാണ് ജന്മഗുണം എന്നൊക്കെ പറയുന്നത്. മനസ്സിലായ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫോഴ്സിൽ നിങ്ങൾ എന്നെ സല്യൂട്ട് ചെയ്യണ ചിലരെ പോലെയോ ഈ വാലൊക്കെയുള്ള മണം പിടിച്ചെടുക്കുന്ന ഒരു സാധനമില്ലേ? അടി തുടങ്ങാറായിട്ടില്ലേ സാറേ? അത് നീയാണോടോ തീരുമാനിക്കുന്നത്? അതല്ല സാറേ, വിലങ്ങ് 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 ഈ വിലങ്ങ് അയച്ചു തരാൻ പറ, നല്ല ശരിയാവുള്ളൂ. ഇവന്റെ വില കഴിച്ചു വേഗായിക്കോട്ടെ. ആശാനെ, ഒരു മയത്തിലൊക്കെ വേണം. ദേഹത്തൊടുവും ചതവും ഒന്നും പാടില്ല. ഞങ്ങള് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞോളാം. നോക്കട്ടെ. എന്താണോ ഒരു സ്വകാര്യം? ഒന്നുമില്ല സാറേ, ഞങ്ങൾ വേറെ നാട്ടുവിശേഷങ്ങളൊക്കെ പറയായിരുന്നേ. ഇനി വേണമെങ്കിൽ ഒരു കൈ നോക്കാം. നീ തീരുമാനിക്കുമ്പോഴാണോ കാര്യം നടത്തേണ്ടത്? ഈ സ്റ്റേഷൻ ഭരിക്കുന്നതേ സഹദേവനാ. അയ്യോ എന്റെ സഹദേവ സാറേ, ഈ സ്റ്റേഷൻ ഭരിക്കുന്നത് സഹദേവ സാറായിരിക്കും. പക്ഷെ ഈ സ്റ്റേഷൻ ഇരിക്കുന്ന നാട് ഭരിക്കുന്നതേ സത്യവാമേ. നീ പറഞ്ഞില്ലേ ജെനിസിന്റെയും ജന്മകടത്തിന്റെ ഒക്കെ മേന്മ? ശരിക്കുള്ള നീ ആരാന്ന് നിനക്ക് കാണിച്ചോളാം ഞാൻ. അങ്ങോട്ട് നോക്കടാ തോരപ്പൻ ചാക്കോ. തൊട്ടടുത്ത തൊടിയിന്ന് തേങ്ങ മോഷ്ടിച്ചതിന് അറസ്റ്റിലായതാ. നീ ഇന്ന് എവന്റെ കൂടെ കിടന്നാ മതി. പോലീസ് എന്ന് പറഞ്ഞ പവറടാ പവർ. നിന്റെ ശരിക്കുള്ള സ്റ്റാറ്റസ് എന്താന്ന് തോരപ്പഞ്ചാക്കേരെ കൂടെ കിടന്ന് പഠിക്കുന്നീ. അപ്പോഴേക്കും ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരാൻ സഹദേവൻ. കൈയും കാലും ഒക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നാളായി. ഞാനും ലോക്കിയടോ. പെട്ടെന്ന് വരണേ. വസുമതിയുടെ ദേഹത്തുനിന്നാ അവൻ ചോര ഇറ്റിച്ചത്. അവന്റെ ചോര വീണ് ഇന്ന് സ്റ്റേഷൻ മുഴുവൻ ചുവക്കൂടി. പോയി നോക്കടി ആരാന്ന്. ആരാടി അത്? ശാരദാമ്മയമ്മേ. വരാൻ പറ. വന്നാട്ടെ.
എന്താണാവോ വിശേഷിച്ച്? ആ പറ കേക്കട്ടെ. വസുമതിക്കെല്ലാം അറിയാലോ. വിഷ്ണുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഓ അതാണല്ലേ സംഭവം. ഞാൻ വിചാരിച്ചത് ശാരദാമ്മ എന്നെ കണ്ട് അനുശോചനം അറിയിക്കാൻ വന്നതായിരിക്കുമെന്നാ. ഇതെന്താ പറ്റിയതെന്ന് ശാരദാമ്മ അന്വേഷിച്ചില്ലല്ലോ. അന്വേഷിച്ചില്ലെങ്കിലും പറയാം. ഞാൻ വെറുതെ ഈ വീട്ടിലിരിക്കുമ്പോ ഒരു പേപ്പെട്ടി കയറി വന്നു. അതിന്റെ ആക്രമണത്തിൽ സംഭവിച്ചതാ. സ്കാനിങ്ങും എക്സ്റേ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റൽ ബില്ല് എത്രയാണെന്നറിയോ? ആ ഇനി ശാരദാമ്മയ്ക്ക് പറയാനുള്ളത് പറയാം. വിഷ്ണു അവനൊരു അബദ്ധം പറ്റിയതാ. അബദ്ധത്തിലാണ് ശാരദാമ്മയെ പലതും സംഭവിക്കുന്നത്. അബദ്ധത്തിൽ കുത്തിക്കൊന്നു, അബദ്ധത്തിൽ കിണറ്റിൽ ചാടി, അബദ്ധത്തിൽ വിഷം കഴിച്ചു, ജീവൻ തിരിച്ചിട്ടു. വസുമതി അവൻ കിടക്കട്ടെ കുറച്ചു കാലം ജയിലില്. അയ്യോ, അവനെ പോലുള്ള പേപ്പട്ടികൾ അഴിഞ്ഞു നടക്കുന്നത് സമൂഹത്തിന് ആപത്താ. കുറച്ചു കാലം ഉള്ളിൽ കിടന്ന അബദ്ധം പറ്റാതിരിക്കാൻ അവൻ പഠിച്ചോളും. വസുമതി മാപ്പാക്കണം. അവന് വേണ്ടി ഞാൻ മാപ്പിരക്കുക. പരാതി പിൻവലിക്കണം. അതിന് വേണമെങ്കിൽ ഞാൻ ഈ കാല് പിടിക്കാം. കാല് പിടിക്കണമെങ്കിൽ അത് നിങ്ങളല്ല ശാരദാമ്മേ, സത്യഭാമ. അവര് കാല് പിടിച്ച മാപ്പ് കൊടുക്കാൻ ഞാൻ പറ്റില്ല അല്ലേ? വസുമതി സാരമില്ല ശാരദാമ്മേ, ആരും കാല് പിടിക്കണ്ട. പരാതി ഞാൻ പിൻവലിക്കാം. പക്ഷേ വേറൊരാൾ പറയണം. വിഷ്ണുവിനെതിരെയുള്ള പരാതി പിൻവലിക്കണമെന്ന് ആ ആള് ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി. ഈ നിൽക്കുന്ന ആള്. പ്രീതി. അതെ, പ്രീതി തന്നെ. പ്രീതി മോളെ, നമ്മുടെ വിഷ്ണുവിനെ പോലീസ് കൊണ്ടുപോയി. കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള വസുമതിയുടെ പരാതിയില്ല പോലീസ് വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തത്. വസുമതി പരാതി പിൻവലിച്ച പോലീസ് വിഷ്ണുവിനെ വിടൂന്നാ പറയുന്നത്. അതിന് നീ ഒരു വാക്ക് പറഞ്ഞാ മതി. മോളെ, നീ എന്തോന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? എടി മോളെ, നിന്റെ വിഷ്ണുവേട്ടന് വേണ്ടിട്ടാ. മോളൊരു വാക്ക് പറഞ്ഞാ മതി. ശബരിമലയിൽ ഭജന ഇരുന്നതിന്റെ പേരിലല്ലല്ലോ വിഷ്ണുവേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രീതി, എന്റെ അർജുനേട്ടന്റെ അമ്മയുടെ തലേന്ന് ചോര വീഴ്ത്തിയ ആളോട് അവര് തന്നെ ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. മോളെ. ശാരദാമ്മ പോ. മോളെ, നീ പ്രീതി. വസുമതി, പ്രീതിയോടൊന്ന്. നിങ്ങളോട് പോകാനല്ലേ ശാരദാമ്മയെ ഞാൻ പറഞ്ഞത്? വസുമതിയുടെ ദേഹത്ത് കൈവച്ച നിമിഷം അവന്റെ അവസാനം തുടങ്ങി. ലോക്കപ്പിനുള്ളിൽ ചോര കക്കും അവൻ. പുറത്തിറങ്ങിയാലും 41 അന്ന് ചുമച്ചും കൊരച്ചും ചോര ഛർദിച്ചും അവൻ ചാകും.
അതിനുള്ള പണി ചെയ്തു വെച്ചിട്ടുണ്ട് വസുമതി. മോളെ 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 നിന്റെ വിഷ്ണുവേട്ടൻ നീ ഒന്ന് പറഞ്ഞ. നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? അതോ ഞാനിനി ചൂലെടുക്കണം?